ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഏത് സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യണം, അതായത് കംപ്ലൈൻറ്റ് കുറഞ്ഞ സ്വിച്ചുകൾ ഏതൊക്കെയാണ്, അത് നമുക്ക് നല്ല ലൈഫ് ലോങ് കിട്ടുന്ന, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർഷങ്ങളോളം കിട്ടുന്ന വലിയ കംപ്ലൈൻറ്റ് ഇല്ലാത്ത സ്വിച്ചുകൾ ഏതൊക്കെയാണ്. അങ്ങനെ ഒരു സ്വിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 10 വർഷത്തിനടുത്തായി ഞങ്ങൾ യൂസ് ചെയ്യുന്നു. ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും തന്നെ ഒരു 90% പ്രശ്നങ്ങളും ഒഴിവാണ്. നമുക്കത് വിശ്വസിച്ച് തന്നെ വെക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ആളുകൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്നതുമായ സ്വിച്ചാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മൾ ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ഇതിൻ്റെ സ്വിച്ചുകൾ തന്നെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എല്ലാം മോഡുലാർ ടൈപ്പാണ്. പുതിയ മോഡൽ സ്വിച്ചുകളിൽ തന്നെ വരുന്ന മോഡുലാർ ടൈപ്പുകളിൽ പുതിയ മോഡൽ സ്വിച്ചുകളാണ്. അത് തന്നെ വരുന്ന DP സ്വിച്ച്, അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ സ്വിച്ചിന് വേണ്ടിയിട്ട് 1 way സ്വിച്ചുകൾ, പിന്നെ അതുപോലെ തന്നെ പ്ലഗ് സോക്കറ്റുകൾ, പവർ പ്ലഗ് സോക്കറ്റുകൾ എല്ലാം തന്നെ അവൈലബിൾ ആണ്. എന്നാൽ തന്നെ കാണാൻ നല്ല നീറ്റായിരിക്കും. വൈറ്റ് കളറും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വൈറ്റ് കളറിൽ ഇതാണ് ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൻ്റെ ലാസ്റ്റ് വരുന്നത്. അതായത് ആദ്യമേ ഒരു പ്ലേറ്റ് വരുന്നുണ്ട്, അതിൻ്റെ മുകളിലാണ് ഫിനിഷിംഗ് സ്റ്റേജിലുള്ള ഒരു പ്ലേറ്റ് കൂടി വരുന്നത്. ഈ ലെവലിലാണ് നമുക്ക് ഏറ്റവും അവസാനം നമ്മൾ ഫിനിഷിംഗ് ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് കിട്ടുന്നത്. അതിന് മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു പ്ലേറ്റ് ഇട്ട് അതിൻ്റെ അകത്താണ് സ്വിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അത് പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഏറ്റവും ഫ്രണ്ടിലുള്ള പ്ലേറ്റ് ഇടാൻ പാടുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് ഇതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ്, അതായത് ആ ഏറ്റവും മുകളിലുള്ള ഗ്ലോസി പാർട്ട് കംപ്ലൈൻറ്റ് ആവില്ല, അല്ലെങ്കിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അതുമ്പോൾ പിടിച്ചിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് തന്നിരിക്കുന്ന ഒരു മോഡലാണ്. അതുപോലെ സൈഡിലൂടെ നമുക്ക് സൈഡിൽ സ്ക്രൂ ഡ്രൈവർ കൊടുക്കാനുള്ള ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. ആ ലോക്ക് സിസ്റ്റം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി, നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലെ കവർ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ സാധിക്കും. വളരെ അമേസിങ് മോഡലാണ്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫിനിഷിങ് കഴിയുന്ന സമയത്ത് നല്ല പക്ക പെർഫെക്ഷൻ, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് നമുക്ക് എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്വിച്ചിന് ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. വളരെ സോഫ്റ്റ് ടച്ച് എന്ന രീതിയിലാണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ സാധാരണ സിസ്റ്റം തന്നെ മോഡുലാർ ചെയ്യുന്ന പോലെ തന്നെ ലോക്ക് സിസ്റ്റം ഉണ്ട്. അതായത് പ്ലഗുകൾക്കെല്ലാം തന്നെ ലോക്ക് സിസ്റ്റം ഉണ്ട്. അതായത് കൊച്ചു കുട്ടികളും കാര്യങ്ങളെല്ലാം ഡയറക്റ്റായിട്ട് പ്ലഗിലേക്ക് കുത്താതിരിക്കുന്നതിന്, ഡയറക്റ്റായിട്ട് കുത്താൻ സാധിക്കില്ല. അതായത് ഡയറക്റ്റായിട്ട് കുത്തിക്കഴിഞ്ഞാൽ എർത്തും കാര്യങ്ങളൊക്കെ അടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ലോക്ക് സിസ്റ്റം ഓൾറെഡി ഉണ്ട്. ലോക്ക് സിസ്റ്റം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് 3 പിൻ ടോപ്പ് കുത്തിയാൽ മാത്രമേ അതിൻ്റെ നിന്ന് ഓപ്പൺ ആവുന്ന സിസ്റ്റമാണ്. അല്ലെങ്കിൽ ആ 3 പിൻ ടോപ്പ് വരുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ താഴെയുള്ള 2 ഫേസ് ന്യൂട്രലിൻ്റെയും 2 പോളുകൾ ഓപ്പൺ ആവുന്ന സിസ്റ്റമാണ്. എല്ലാത്തിലും ഇപ്പോൾ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയാണ്. പിന്നെ നമ്മൾ ഈ പരിചയപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ്. അതായത് ഏത് ടൈപ്പ് നമ്മൾ പുറത്തു നിന്ന് എവിടെ നിന്ന് കൊണ്ടുവരുന്ന, ഏത് രാജ്യത്തു നിന്ന് കൊണ്ടുവരുന്ന നമ്മുടെ ഉപകരണങ്ങളാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലഗ്ഗാണ്, ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് വരുന്നത്. അതിന് എല്ലാ ടൈപ്പും അവൈലബിൾ ആണ്. കംപ്ലയിൻറ്റ്സ് നമുക്ക് വളരെ കുറവുള്ള മോഡൽ സ്വിച്ചാണ്. പിന്നെ കംപ്ലയിൻറ്റ് എങ്ങനെ വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കംപ്ലയിൻറ്റ് വരുത്താൻ സാധ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ചിൻ്റെ ഉള്ളിലൂടെ, അതായത് ഗ്യാപ്പിലൂടെ പെയിൻറ്റ് കാര്യങ്ങൾ, പൊടി കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോഴാണ് കൂടുതലും സ്വിച്ച് കംപ്ലയിൻ്റ് ആവുന്നത്. സ്വിച്ചിൻ്റെ കോൺടാക്ട്സ് കിട്ടാതാവുന്നു, സ്വിച്ച് ജാമായി പോകുന്നു. അതുപോലെ തന്നെ ചെതൽ, ഉറുമ്പ്, അത് കാര്യങ്ങളെല്ലാം തന്നെ സ്വിച്ചിൻ്റെ ഗ്യാപ്പിലേക്ക് ഇറങ്ങുന്നതാണ് സ്വിച്ച് കൂടുതലും കംപ്ലയിൻ്റ് ആവാനുള്ള ചാൻസസ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പെയിൻറ്റിങ്ങിന് മുന്നേ തന്നെ, പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് ഒരു മാസ്കിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ സ്വിച്ച് പിടിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. സ്വിച്ചുകളെല്ലാം തന്നെ നമുക്ക് ലൈഫ് ലോങ് കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന മോഡലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.